ഏതൊരു മനുഷ്യനെയും പ്രത്യാശയിലേക്ക് നയിക്കുന്ന ഒന്ന് കർത്താവായ യേശുവിന്റെ സുവിശേഷമാണ്. സുവിശേഷം അതൊരു വ്യക്തിയാണ്, ഒരു സംഘടനയല്ല, ഒരു മതമല്ല, ഒരു പ്രസ്ഥാനമല്ല. സുവിശേഷം പാപത്തിൽ വീണ മനുഷ്യ രാശിയെ രക്ഷിക്കുവാൻ സൃഷ്ടാവായ ദൈവം ഒരുക്കിയ രക്ഷാ പദ്ധതിയാകുന്നു സുവിശേഷം. നാം എല്ലാം വായിക്കുന്നത് പോലെ, കേട്ടിരിക്കുന്നത് പോലെ, ഏദൻ പറുദീസയിൽ സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ നിർമ്മിച്ചു. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് മനുഷ്യൻ മാറിപ്പോയി. എല്ലാ സായങ്കാലത്തും സ്വർഗത്തിലെ ദൈവം ആദം ഹവ്വമാരെ കാണുവാനായിട്ട് ഏദൻ പറുദീസയിൽ വന്നിരുന്നു. എന്നാൽ ഒരു ദിവസം വൈകിട്ട് നോക്കിയപ്പോൾ അവരെ കാണുന്നില്ല. ദൈവം അവരെ വിളിച്ചു, ആദാമേ നീ എവിടെ? എന്നാൽ ദൈവം ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അവരെ കാണാത്തത് കൊണ്ട് ദൈവത്തിന് വേദനയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം അറിയുന്ന പോലെ, നാം അറിയുന്നത് പോലെ, ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന്, ദൈവത്തിന്റെ കൽപ്പനയിൽ നിന്ന് അവർ മാറി മറ്റൊന്നിലേക്ക്, ഇരുട്ടിലേക്ക്, ഈ ലോകത്തിന്റെ അധിപതിയായ സാത്താന്റെ വാക്ക് കേട്ട് അവർ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് കടന്നുപോയി. തിരുവചനം പറയുന്നു, അവർ പാപത്തിന് അടിമപ്പെട്ടു പോയി. കർത്താവ് ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം അവരോട് പറഞ്ഞിരുന്നു, പാപം ചെയ്താൽ മരണം തീർച്ചയായിട്ട് സംഭവിക്കാനിടയായി തീരും. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പനകളെ വിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് അവർ മാറിപ്പോയപ്പോൾ അവർ പാപികളായി തീർന്നു. തിരുവചനം പറയുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വാണു, എന്നാൽ യേശുക്രിസ്തു എന്ന ഏക നിമിത്തം പാപങ്ങൾക്ക് പരിഹാരം വരുത്തി എന്ന് വിശുദ്ധ റോമാലേഖനത്തിൽ പൗലോസ് നമ്മോട് പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ പാപത്തിൽ വീണുപോയ മനുഷ്യനെ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുപ്പിക്കുവാൻ ഈ ലോകത്തുള്ള മതങ്ങൾക്കോ മതാചാരങ്ങൾക്കോ കർമ്മങ്ങൾക്കോ കർമാദികൾക്കോ ഒന്നും സാധിക്കുകയില്ല എന്നറിഞ്ഞ ദൈവം ഒരുക്കിയ പദ്ധതിയാണ് മനുഷ്യകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യജന്മമെടുത്ത യേശുവിന്റെ ആയിരിക്കുന്ന ചരിത്രം. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ജനനത്തെ കുറിച്ച് നമ്മൾ വായിച്ചു വരുമ്പോൾ ആ യേശുവിനെ കണ്ടിട്ട് അന്നത്തെ പ്രവാചകനായിരുന്ന സ്നാപക യോഹന്നാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ പാപത്തിന്റെ പരിഹാരം വരുത്താനാണ് അത് ദൈവപുത്രൻ ലോകത്തിലേക്ക് കടന്നു വന്നത്. വിശുദ്ധ വചനം വായിക്കുമ്പോൾ എല്ലാവർക്കും ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വലിയ ആഗ്രഹമാണ്. ശിഷ്യന്മാര് തന്നെ ഒരിക്കലും യേശുവിനോട് ചോദിച്ചു, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ, കർത്താവേ, ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ കുറെ കർമാദികൾ ചെയ്യുകയല്ല വേണ്ടത്, നിങ്ങൾ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുക അത്ര വേണ്ടത് എന്ന് യേശു അവരോട് പറയാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഓടുന്നവരാണ്, പ്രാർത്ഥിക്കാൻ പോകുന്നവരാണ്, ദൈവത്തിന് വേണ്ടി ഒത്തിരി കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, പൈസ മുടക്കുന്നവരാണ്, ത്യാഗങ്ങൾ ചെയ്യുന്നവരാണ്, നൊയമ്പ് നോക്കുന്നവരാണ്. ചില ആളുകൾ ഇറച്ചി മീനും ഒന്നും കൂട്ടാതെ ഭക്ഷണവും കഴിക്കാതെ ധ്യാനമൊക്കെ ഇരിക്കുന്നവരാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം പറയുന്നു, കേൾപ്പാൻ കഴിയാതാണ് ദൈവത്തിന്റെ ചെവി മന്ദമായിട്ടില്ല, പ്രവർത്തിക്കാൻ കഴിയാതാണ് അവന്റെ കരം കുറുകിപ്പോയിട്ടില്ല, നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റിക്കളഞ്ഞിരിക്കുന്നത് പാപമത്രേ. അപ്പൊ പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പാപമോചനം നേടിയിട്ട് യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ദൈവത്തിന്റെ മക്കളായി തീരണം. നമുക്കറിയാം, എന്റെ വീട് ഊരമനയാ, എനിക്ക് 2 മക്കളുണ്ട്. ആ മക്കൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പനും അമ്മയ്ക്ക് എന്തെല്ലാം ഉണ്ടോ ആ മക്കൾക്ക് അവകാശമാണ്. ഇതുപോലെ നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീർന്നാൽ മാത്രമേ സ്വർഗത്തിന്റെ അവകാശികളായിട്ട് നമുക്ക് തീരാനായിട്ട് പറ്റത്തുള്ളൂ. തിരുവചനം പറയുന്നു, കർത്താവായ യേശു പാപമില്ലാത്തവൻ 5 കോടതി 6 പ്രാവശ്യം വിസ്തരിച്ചിട്ടും അവരിൽ പാപമില്ലായിരുന്നു. അപ്പൊ പാപം ചെയ്യാത്ത, തെറ്റ് ചെയ്യാത്ത ഒരാള് ഇതാ മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയാണ്. യേശുവിന്റെ കൈകളിലും കാലുകളിലും ആണിയടിക്കുന്നു, യേശുവിന്റെ വിലാപിൽ കുന്തം കൊണ്ട് കുത്തുന്നു, യേശുവിന്റെ തലയിൽ മുൾക്കിരീടം ആഞ്ഞടിച്ചിറക്കുന്നു, അത് രക്തം ധാരധാരയായിട്ട് അത് ഒഴുകി വരികയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, എബ്രായ ലേഖനത്തിൽ ലേഖനകർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിന്റെ അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. കാളകളുടെയും ആട്ടുകെട്ടന്മാരുടെ രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിരിക്കുന്നു. ആ യേശുവിനെ നമ്മൾ അംഗീകരിക്കുമ്പോൾ, ആ യേശുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, യേശുവിനായി നമ്മുടെ ജീവിതം നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായി തീരും. സ്നേഹിതരെ, ഞങ്ങളുടെ പ്രഭാഷണം അവസാനിപ്പിച്ച് കടന്നു പോകുകയാണ്. അതുകൊണ്ട് ആ യേശുവിലെ വിശ്വാസത്താൽ
നിങ്ങളുടെ ജീവിതം മാറും. ഈ സംസാരിക്കുന്ന ഞാൻ നിങ്ങളെ പോലെയൊക്കെ ഇങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്ത് പള്ളി ക്ഷേത്രങ്ങളിലെല്ലാം പോയി പൂജയും നടത്തി പള്ളിയിലെല്ലാം പോയി ധ്യാനമൊക്കെ ഇരുന്നയാളാണ്. മദ്യപാനം മാറിയില്ല, ജീവിതം മാറിയില്ല, ജീവിതത്തിലൊരു ലക്ഷ്യമുണ്ടായിരുന്നില്ല. എന്നാൽ സുവിശേഷം ഇതുപോലെ കേട്ടപ്പോൾ ഇനി കർമ്മം കൊണ്ടല്ല, ആചാരം കൊണ്ടല്ല, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ സൗജന്യമായിട്ട് നമുക്ക് പാപമോചനം നിത്യജീവനും അത് ലഭ്യമാകുന്നു എന്നുള്ള വചനം വായിച്ചപ്പോൾ മനസ്സിലായി. ഇനി കർമ്മം കൊണ്ട് ഓടി നടക്കണ്ട, വിശ്വാസത്താൽ നമുക്ക് പാപമോചനമുണ്ട്, വിശ്വാസത്താൽ രക്ഷയുണ്ട്. വിശുദ്ധ വചനം പറയുന്നുണ്ട്, സങ്കീർത്തന പുസ്തകം 49 അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ അവനെ വീണ്ടെടുപ്പാനോ ആർക്കും കഴിയത്തില്ല. അപ്പോൾ ആർക്കും കഴിയാത്ത കാര്യം യേശുക്രിസ്തു ഇത് നമുക്ക് വേണ്ടി ചെയ്തു തീർത്തു തന്നിരിക്കുന്നു. കാരണം ഇത് രക്ഷ വില കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ല. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, രക്ഷ ദൈവത്തിന്റെ ദാനമത്രേ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് പ്രവൃത്തികൾ കാരണമല്ല. അത് ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികൾ കാരണമല്ല. ഓ, ഞാനാ പള്ളിക്ക് പൈസ കൊടുത്തത്, ഞാനാ കുരിശിൻ തൊട്ട് പണിത് കൊടുത്തത്, ഞാനാ പെരുന്നാൾ ഏറ്റു കഴിച്ചത്, ഞാൻ അവർക്ക് ദാനകർമ്മം ചെയ്തതെന്ന് നീ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവവചനം പറയുക. അതുകൊണ്ടൊന്നും അല്ല നിനക്ക് പാപമോചനം കിട്ടുന്നത്. കൃപയാലത്രേ. രക്ഷ സൗജന്യമാണ്, പാപമോചനം സൗജന്യമാണ്. അതെങ്ങനെ സാധ്യമായി തീരും? യേശുവിലെ വിശ്വാസത്താൽ. ആ യേശു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവൻ എന്നും ജീവിക്കുന്ന ദൈവമാ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇത് എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമോ. അതുകൊണ്ട് ആ യേശുവിനായി നിങ്ങളുടെ ജീവിതം നിങ്ങൾ സമർപ്പിക്കണം. വചനം വീണ്ടും പറയുന്നു, ആ യേശു കർത്താവ് 500-ലധികം പേർക്ക് പ്രത്യക്ഷനായ ശേഷം ഒലിവുമലയിൽ നിന്ന് താൻ സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ശിഷ്യന്മാരോട് പറഞ്ഞു, താൻ പോയതുപോലെ വീണ്ടും വരും. യേശുവിന്റെ വരവിന്റെ 2-ാം വരവിന്റെ ലക്ഷണങ്ങൾ ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹിതരെ, ഈ പാമ്പാക്കുടയിൽ താമസിക്കുന്ന, ഈ പരിസരങ്ങളിൽ താമസിക്കുന്ന സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. നിങ്ങൾ ബൈബിളിലേക്ക് വരണം, സുവിശേഷത്തിലേക്ക് വരണം, അന്ധവിശ്വാസങ്ങളെ നിങ്ങൾ വിടണം, അനാചാരങ്ങളെ വിടണം, ദൈവത്തിന്റെ വചനം നിങ്ങൾ ഏറ്റെടുക്കണം. ഞങ്ങൾ ഈ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെല്ലാം സഞ്ചരിച്ചിട്ടുണ്ട്. അനേകം ആളുകൾ സത്യവിശ്വാസമല്ല പ്രമാണിക്കുന്നത്, അന്ധവിശ്വാസങ്ങളിലാണ് അവരുടെ ജീവിതം പോകുന്നത്. എന്നാൽ സ്നേഹിതരെ, നിങ്ങൾ അന്ധവിശ്വാസങ്ങളെ വിട്ട് സത്യവിശ്വാസത്തിലേക്ക് വരണം. നിങ്ങൾ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം, നിങ്ങൾ രക്ഷിക്കപ്പെടണം, ദൈവത്തിന്റെ പൈതലായി നിങ്ങൾ തീരണം. കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന കൽപ്പന പ്രകാരം നിങ്ങൾ വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടണം. നിങ്ങൾ വിഗ്രഹാരാധന വിട്ട്, ഏത് വിഗ്രഹമാണെങ്കിലും എല്ലാ വിഗ്രഹങ്ങളെയും വിട്ട് നിങ്ങൾ സത്യദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകണം. അങ്ങനെയുള്ളവരെ ചേർക്കാനാണ് യേശു വരുന്നത്. ചില ആളുകളൊക്കെ യേശുവിൽ വിശ്വസിച്ചിട്ട് ഇതുവരെയും വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടാതെ മാറിയിരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാവോ, വടക്കേ ഇന്ത്യയിൽ നിന്ന് അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ ആളുകൾ ഇതുപോലെയുള്ള സുവിശേഷം കേൾക്കുമ്പോൾ ഞങ്ങൾ ഈ പെരുവുമഴിലൊക്കെ അവരെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്തോ ഒരു ആളുകൾ, ഹിന്ദിക്കാരായിരിക്കുന്ന ആളുകൾ ഈ വചനം കേട്ട് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് വിഗ്രഹാരാധനയെല്ലാം വിട്ട് അവർ കർത്താവിന്റെ അടുക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോകല്ലേ. ജീവിച്ചിരിക്കുമ്പോൾ, മൂക്കിൽ ശ്വാസമുള്ളപ്പോൾ നിങ്ങൾ യേശുവിനായി ജീവിതം കൊടുക്ക്. മതപുരോഹിതന്മാര് പറയുന്നത് മരിച്ച ശേഷം പ്രാർത്ഥിച്ചാൽ ആത്മാവിനെ നിത്യതയിൽ എത്തിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ബൈബിളിൽ അത് പഠിപ്പിക്കുന്നില്ല. ബൈബിൾ പറയുന്നത് നീ ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ, ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനായി നിന്റെ ജീവിതം സമർപ്പിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ യേശുവിനായി